നമസ്തേ. ഒരു പകൽ അരമണിക്കൂർ സ്വാഗതം ടോപ്പ് 7 ഞാൻ ശ്യാം ബാബു കോറത്ത്. സന്നിധാനത്തെ സംഘടിത കൊള്ളയിൽ അന്വേഷണം എവിടെയെത്തി? ഒച്ചിനേക്കാൾ വേഗത കുറഞ്ഞൊരു പോക്കിൽ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ പ്രതികൾക്ക് അവസരം ലഭിക്കുന്നുണ്ടോ? ദേവസ്വം ആസ്ഥാനത്ത് നിർണായകമായ ചില രേഖകളെല്ലാം കാണാതാകുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനിടെ സ്വർണം പൊതിഞ്ഞതിൻ്റെ രേഖകൾ എത്ര കാലം കഴിഞ്ഞാണ് SITയുടെ കയ്യിലൊന്ന് കിട്ടിയത്? അങ്ങനെയെങ്കിൽ ജനം TVയും ഭക്തരും ചോദിക്കുകയാണ്, ഈ അന്വേഷണം പിന്നെ എങ്ങനെയാണ് ഗൂഢാലോചനയിലേക്ക് എത്തുക? വിവരങ്ങൾ നൽകാനായി പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്ത്, ഇതാ സുധീഷിനെ ഇന്നാണ് ചോദ്യം ചെയ്യുന്നത്. കൃത്യമായി തന്നെ വിജിലൻസ് റിപ്പോർട്ടിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവിലുമൊക്കെ മുരാരി ബാബുവിൻ്റെയും സുധീഷിൻ്റെയും ഒക്കെ പങ്ക് അക്കമിട്ട് രേഖപ്പെടുത്തിയതാണ്. പക്ഷേ അന്വേഷണ സംഘം എത്തിയത് ഇതാ 15-16 ദിവസം കഴിയുമ്പോൾ തെളിവുകളെല്ലാം മായ്ക്കപ്പെടാനുള്ള അവസരമായി ഇതിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ആദ്യഘട്ടം മുതൽ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകളും എല്ലാം ഉയർത്തിയ സംശയങ്ങളും അതുതന്നെയാണ് ശ്യാം. കാരണം ഒന്ന്, ഈ അന്വേഷണ സംഘം രൂപീകരിച്ച് കഴിഞ്ഞതിന് ശേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത് എത്ര ദിവസം കഴിഞ്ഞാണ്? പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടക്കുന്നു. അതിനിടയിൽ ഈ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുത്തത് പിന്നീട് എത്ര ദിവസം കഴിഞ്ഞാണ്? അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വിവിധ സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പ് നടക്കുന്നതും കാലതാമസമുണ്ടായി. തുടർന്ന് ഇപ്പോൾ ഈ പറയുന്ന അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ എത്ര നാൾ കഴിഞ്ഞാണ്? ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പമാണ് ഈ രേഖകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഒന്ന്, പ്രത്യേക അന്വേഷണ സംഘം തന്നെ കോടതിയെ അറിയിച്ചു, രേഖകൾ വിട്ടു നൽകുന്നതിന് ദേവസ്വം ബോർഡ് ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള കാര്യം. ഇതിനുശേഷവും പിന്നീട് എത്ര ദിവസം കഴിഞ്ഞാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് റെയ്ഡ് നടക്കുന്നതും ഈ പറയുന്നത് പോലെയുള്ള നിർണായകമായ രേഖകൾ കണ്ടെടുക്കുന്നതും. അങ്ങനെ അന്വേഷണത്തിനൊരു വേഗതക്കുറവുണ്ട് എന്നുള്ളത് ഹൈന്ദവ സംഘടനകൾ ആദ്യഘട്ടം മുതൽ സംശയിക്കുന്നതാണ്. ആ സംശയത്തിനുള്ള തെളിവുകളാണ് ഈ പറയുന്ന ഈ കാലതാമസം അല്ലെങ്കിൽ ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് ചോദ്യം ചെയ്യുന്നതും തെളിവെടുക്കുന്നതും രേഖകൾ ശേഖരിക്കുന്നതുമായ കാര്യങ്ങളിലെ ഒരു വേഗതക്കുറവ് എന്നുള്ളതിൽ തർക്കമില്ല. ഈ സംശയം ആദ്യഘട്ടം മുതൽ തന്നെ നിലനിൽക്കുന്നതുമാണ്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സംശയങ്ങൾ കൂടി നമുക്കും ചോദിക്കാനുണ്ട് ശ്യാം. ഒന്ന്, ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് 2019 ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിലല്ല, കട്ടിളപ്പാളികളുടെ സ്വർണം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. കട്ടിളപ്പാളികൾ കൊണ്ടുപോയത് ക്ഷേത്രത്തിൻ്റെ ഈ പറയുന്ന വടക്ക് കിഴക്കേ മൂലയ്ക്കുള്ള നാല് പാളികൾ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ആ 4 പാളികളും ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളും കൂടി ചേർത്താണ് 2060.19 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ എല്ലാ പാളികളിലുമായി ഉണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഇതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു ഘടകവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒരു കണക്കാണ്. അതായത് 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് ഈ പറയുന്ന കട്ടിളപ്പാളികളുടെ കാര്യമാണ് ശ്യാം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 7 പാളികളാണ് എന്നുള്ളത്. എങ്ങനെ ദേവസ്വം വിജിലൻസിലെ 4 പാളികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിലെത്തപ്പോൾ 7 പാളികളായി? അങ്ങനെ ആദ്യം ദേവസ്വം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ അത്ര വലിയ തെറ്റ് കടന്നുകൂടിയത് എങ്ങനെയാണ്? ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലായാലും ശരി, ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകളിലാണെങ്കിലും നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ അന്വേഷണം ആദ്യഘട്ടം മുതൽ തന്നെ കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈന്ദവ സംഘടനകൾക്കും ഭക്തർക്കുമടക്കം തോന്നുന്നത്. ഈ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം വിജിലൻസ് കൊടുത്ത രേഖകൾ പ്രകാരം അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം 2060.19 ഗ്രാം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഉള്ളതിൽ എങ്കിൽ ബാക്കി അതിലുണ്ടായിരുന്ന സ്വർണ്ണമെങ്കിൽ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെടുത്തിരിക്കുന്നത് 570 ഗ്രാം സ്വർണ്ണമാണ്. അതോടൊപ്പം 390 ഗ്രാം സ്വർണം ഈ രണ്ടാമത് തിരിച്ച് ശബരിമലയിൽ കൊണ്ട് സ്ഥാപിക്കുന്ന പാളികളിൽ പൂശിയിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ബാക്കി സ്വർണം എവിടെ പോയി? ഈ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുള്ള സ്വർണ്ണത്തെ പറ്റിയാണ് നമ്മൾ ചോദിക്കുന്നത്. അതിലും ഇതുവരെ അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ, തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന നടത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയിരിക്കുന്നു. പിന്നീട് ഗോവർദ്ധന്റെ ജുവലറിയിൽ പരിശോധന നടത്തിയിരിക്കുന്നു. ഇത്രയും അധികം പരിശോധനകൾ നടന്നിട്ടും ബാക്കി സ്വർണം എവിടെ എന്നുള്ളതിന്റെ ഒരു കണ്ടെത്തലിനെ പറ്റി ഒരു വിവരങ്ങളും ഈ ഘട്ടത്തിലും പുറത്തു വരുന്നില്ല എന്നുള്ളത് സന്ദീപ് എന്നൊരു പ്രേക്ഷകൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. കൊള്ളയടിയിൽ പിണറായി സർക്കാർ തെളിവുകളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഈ അന്വേഷണ ഏജൻസി. ഇത് സ്വാഭാവികമായിട്ട് വരുന്നൊരു സംശയമാണ്. ഈ സംശയത്തിൽ തന്നെ ഒരൊറ്റ കാര്യം കൂടി,
ഇതിങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത മണ്ഡലകാലത്തിന് മുമ്പെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് വെച്ച ഈ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തുമോ എന്ന ചോദ്യമാണ് വരുന്നത്. പ്രജിത്ത്, അതെ 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 അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കൽപേഷ് എന്ന് പറയുന്ന ഈ ഗൂഢാലോചനയിൽ പങ്കുള്ള പ്രധാന ഇടനിലക്കാരൻ എന്ന് പറയുന്ന ഒരു യുവാവുണ്ട്. ഈ യുവാവിനെ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. പക്ഷേ കൽപേഷിനെ മാധ്യമങ്ങൾ കണ്ടെത്തിയപ്പോൾ കൽപേഷ് തന്നെ പറയുന്നത് താൻ ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഒരു ലോഹം അത് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജുവലറിൽ എത്തിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി മറ്റു കാര്യങ്ങളൊന്നും തനിക്കറിയില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല, പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുമില്ല എന്നുള്ളത്. പ്രധാന ഇടനിലക്കാരനാണ് കൽപേഷ് എങ്കിൽ എന്തുകൊണ്ട് കൽപേഷിനെ ഇതുവരെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷണം വേഗം കുറയുന്നതനുസരിച്ച് ഈ പ്രതികൾക്ക് തെളിവുകൾ നശിപ്പിക്കാനുള്ള ഇഷ്ടം പോലെ അവസരം കിട്ടുമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ ഗൂഢാലോചന കേസിൽ ദേവസ്വം ബോർഡ് അടക്കമുള്ളവരെ പ്രത്യേക പ്രതി ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ അതോടൊപ്പം തന്നെ ഈ കവർച്ച മറയ്ക്കാൻ കൂട്ടുനിന്നു എന്ന് ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. മാത്രമല്ല, ഈ സുധീഷ് കുമാറിൽ എത്തിയത് ഇന്നാണ്. എത്ര ദിവസം കഴിഞ്ഞു? പ്രജിത്ത് വളരെ കൃത്യമായ വിലയിരുത്തലാണ് പ്രജിത്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അതിലേക്ക് തന്നെയാണ് ഇനി പ്രധാനമായും ടോപ്പ് 7 ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്. സ്വർണം പൂശിയ കാര്യം നേരത്തെ അറിഞ്ഞവരാണ് ഈ മുരാരി ബാബുവും സുധീഷ് കുമാറും ഒക്കെ. പോറ്റിക്കൊപ്പം ചേർന്ന് സംഘടിത കൊള്ള നടത്താൻ സഹായിച്ചെന്ന സുധീഷ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണമാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വരുന്നത്. പക്ഷേ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചതാവട്ടെ ഇന്ന്. സന്നിധാനത്തെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ സുധീഷിനെ ചോദ്യം ചെയ്യാൻ വൈകിയത് എന്തുകൊണ്ട് എന്നാണ് പ്രധാനമായ ചോദ്യം. പ്രശാന്ത് പറയൂ, എന്തുകൊണ്ട് ഇത്ര വൈകം? ശ്യാം, തീർച്ചയായും ആ ചോദ്യം തന്നെയാണ് പൊതുസമൂഹവും ചോദിക്കുന്നത്. കാരണം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഡി സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യുവാൻ അന്വേഷണ സംഘം തയ്യാറായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മുരാരി ബാബുവിനോട് ഒപ്പം നിന്നതിന് അല്ലെങ്കിൽ ഒപ്പം ചേർന്നുകൊണ്ട് തന്നെ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റുന്നതിൽ അത് രേഖകളിലടക്കം കൃത്രിമം കാണിക്കുന്നതിലൊരു പ്രധാന കണ്ണിയായിരുന്നു, പ്രധാന പ്രതി കൂടിയായിരുന്നു ഈ ഡി സുധീഷ് കുമാർ എന്ന് പറയുന്നത്. എന്നാൽ ഡി സുധീഷ് കുമാറിനെ കസ്റ്റഡിയിലെടുക്കുവാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുവാൻ കാലതാമസം ഏർപ്പെടുത്തി അല്ലെങ്കിൽ കാലതാമസം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഡി സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസ്, ചാക്കയിലെ ഓഫീസ്, ആ ഓഫീസിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിലടക്കം വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ ഈ ഡി സുധീഷ് കുമാറിന് എതിരെയും ഉണ്ടായിരുന്നു. കാരണം സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സുധീഷ് കുമാറും അതോടൊപ്പം തന്നെ മുരാരി ബാബുവും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഇത് നടത്തിയത്. കൃത്രിമം കാണിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന രേഖകളിൽ കൃത്രിമം കാണിച്ചുകൊണ്ടാണ് അത് രേഖകൾ എഴുതി ചേർത്തതിന് ശേഷമാണ് മുരാരി ബാബുവിന് ശബരിമലയിൽ നിന്നും സന്നിധാനത്തു നിന്നും സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ട് പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും മുരാരി ബാബുവും അതോടൊപ്പം തന്നെ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നത് മുരാരി ബാബുവും അതോടൊപ്പം തന്നെ ഈ സുധീഷ് കുമാറുമാണ്. ആ സുധീഷ് കുമാറിൻ്റെയും മുരാരി ബാബുവിൻ്റെയും പങ്ക് നേരത്തെ തന്നെ കൃത്യമായിട്ടും അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. എന്നാൽ അതിനുശേഷവും ഇവർ രണ്ടുപേർക്കുമെതിരെ നടപടികൾ വൈകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കാര്യം പോറ്റി ഈ ദ്വാരപാലക ശില്പങ്ങളൊക്കെ വലിയ പ്രശ്നമുണ്ട്, ഇതൊക്കെ ഒന്ന് നമുക്ക് സ്വർണ്ണം പൂശിയാലോ എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അന്ന് തന്നെ മുരാരി ബാബു അതിൽ ഇടപെട്ട് നേരെ അത് സുധീഷ് കുമാറിലേക്കാണ് കൊണ്ടുവന്ന് വെച്ചത്. സുധീഷ് കുമാറാണ് അത് വളരെ പെട്ടെന്ന് ബോർഡിൻ്റെ മുൻപാകെ ഈ ഒരു ആവശ്യം പോറ്റി വന്നിരിക്കുകയാണ്, വേഗം തന്നെ ഇതിന് തീർപ്പുണ്ടാക്കൂ എന്നും പറഞ്ഞ് എത്തിച്ചത്. അപ്പം ഈ രണ്ടു പേർക്കും, മുരാരി ബാബുവിനും സുധീഷ് കുമാറിനും അവിടെ 98-ൽ സ്വർണം പൂശിയ കാര്യം നേരത്തെ തന്നെ വ്യക്തമായി അറിയാമെന്നും ഈ സംഘടിത കൊള്ളയിൽ അവരുടെ പങ്ക് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് അവിടെ ഉണ്ടെന്നിരിക്കെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇന്നാണ് സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. നോക്കാം നമുക്കത് വിശദമായി തന്നെ. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വേണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം. സംഘടിത കൊള്ളയിൽ എല്ലാം അറിയുന്നവനെ കയ്യിൽ കിട്ടിയിട്ടും എന്തുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നില്ല? ഈ ചോദ്യമാണ് ടോപ്പ് 7 ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചോദിക്കാം ഗോകുലിനോട്. ഗോകുൽ, എന്താണ് ആ വിലയിരുത്തൽ? ശ്യാം, അതായത് ഈ രണ്ട് കേസുകളിലും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള പ്രതിയാണ് മുരാരി ബാബു. മുരാരി ബാബുവിനെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടും അല്ലെങ്കിൽ 4 ദിവസം മാത്രം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു. അതിനുശേഷം ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കി
തുടർന്ന് കസ്റ്റഡിയിൽ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി മുരാരി ബാബുവിനെ പറഞ്ഞയക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് മുരാരി ബാബുവിനെ വീണ്ടും തുടർ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാത്തത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ട് നിലനിൽക്കുന്നത്. കാരണം ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കവർച്ച കേസിൽ 2ാം പ്രതിയാണ് മുരാരി ബാബു. ഈ കട്ടളപ്പാളി കേസിലെ 6ാം പ്രതിയുമാണ്. അങ്ങനെയുള്ള ഒരു പ്രതിയെ ഇത്രയും ദിവസം മാത്രം കസ്റ്റഡിയിൽ ലഭിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഈ മുരാരി ബാബുവുമായിട്ട് വേണ്ട രീതിയിൽ തെളിവെടുപ്പ് അടക്കം നടത്താൻ ഉള്ള നടപടികൾ ഇനിയും അവശേഷിക്കുകയാണ് റിമാൻഡിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു നിലപാട് അന്വേഷണ സംഘം സ്വീകരിച്ചത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നത്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ആ നിർണായകമായിട്ടുള്ള ലഭിച്ച വിവരങ്ങൾ ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് അന്വേഷണ സംഘം തയ്യാറായിട്ടുമില്ല. അങ്ങനെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ പോലും അങ്ങനെയെങ്കിൽ ആ വിവരങ്ങൾ കോടതിയിൽ അറിയിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അന്വേഷണ സംഘത്തിന്. നിലവിൽ എന്തായാലും മുരാരി ബാബുവിനെ തുടർന്ന് കസ്റ്റഡിയിൽ വേണ്ട, അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പറഞ്ഞേക്കുകയായിരുന്നു നവംബർ 13 വരെ. അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലേക്കായിരിക്കും വിടുന്നുണ്ടാവുക. എന്തായാലും അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള നിലപാട് ആദ്യഘട്ടത്തിലും സ്വീകരിച്ചിരുന്നു. അതിനുശേഷം കേവലം ഒരു 4 ദിവസം മാത്രം കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വീണ്ടും തുടർന്ന് റിമാൻഡിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യനെ കോൺഗ്രസ് മറന്നാലും രാജ്യം മറക്കില്ല. സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും പോലെ തന്നെ നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ദിവസമാണ് ഏകതാ ദിവസവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഏകതാ ദിവസിൽ ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ സർദാർ പട്ടേലിനെ അനുസ്മരിച്ച് രാഷ്ട്രം. ഏകതാ പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. BSF, CRPF, CISF, TBP, SSP തുടങ്ങിയ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ പരേഡും നടന്നു. വ്യോമസേന വിമാനങ്ങൾ ആകാശത്തെ വർണ്ണവിസ്മയം നടത്തി. ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരന്നു. മണിപ്പൂർ ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് അണിനിരന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഡൽഹി പട്ടേൽ ചൗക്കിൽ പുഷ്പാർച്ചന നടത്തി. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും ചടങ്ങിൽ പങ്കെടുത്തു. പട്ടേൽ ജയന്തിയോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധയിടങ്ങളിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ലക്നൌവിൽ റൺ ഫോർ യൂണിറ്റി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നാഷണൽ ഡെസ്ക്, ജനം. ധീരദേശാഭിമാനികളെ നിരന്തരം അവഗണിച്ച കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നെഹ്റുവിന്റെ തെറ്റായ നയങ്ങളാണ് കശ്മീരിനെ ഭീകര കേന്ദ്രമാക്കി മാറ്റിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഷ്ട്രവിഭജനം ഉൾപ്പെടെയുള്ള ചരിത്ര വസ്തുതകൾ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഏകതാ ദിവസ് സന്ദേശം. പതിറ്റാണ്ടുകൾ ഭരണത്തിലിരുന്ന കോൺഗ്രസ് പട്ടേൽ, നേതാജി, അംബേദ്കർ തുടങ്ങിയ ദേശീയ പുരുഷന്മാരെ അവഗണിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. कांग्रेस के समय में सिर्फ एक पूर्व प्रधानमंत्री के नाम पर म्यूजियम था. हमने देश के अब जितने भी PM हुए हैं उन सब के योगदान को समर्पित राजनीतिक छुआछूत से ऊपर उठ करके PM म्यूजियम बनाया है. पूरे जीवन कांग्रेस को समर्पित रहने वाले പ്രണവ്ദാ को हमने भारत रत्न दिया. അപമാനത്തിന്റെ അടയാളങ്ങൾ മായുകയാണ്. ജൻപത്ത്, കർത്തവ്യപത്തായി, ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ രാഷ്ട്രസ്മാരകമായി. നിരവധി ദ്വീപുകൾക്ക് മഹാരഥന്മാരുടെ പേരുകൾ നൽകിയെന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. സങ്കുചിത താൽപര്യത്തിനായി കോൺഗ്രസ് വന്ദേമാതരത്തെ പോലും അവഗണിച്ചു. ബ്രിട്ടീഷ് താൽപര്യമാണ് കോൺഗ്രസ് സംരക്ഷിച്ചതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. राजपथ
कर्तव्य पथ तब बना जब हमने ये बदलाव किया। अंडमान के द्वीपों के नाम कुछ समय पहले तक अंग्रेजों के नाम पर ही थे। हमने ये नाम नेताजी सुभाष के नाम पर रखे। कई द्वीपों को परमवीर चक्र विजेताओं का नाम दिया। കോൺഗ്രസിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർക്ക് ഭാരതരത്ന നൽകിയത് കോൺഗ്രസ് ഇതര സർക്കാരുകളാണ്. നെഹ്റുവിൻ്റെ തെറ്റായ നയങ്ങൾ കശ്മീരിനെ ഭീകര കേന്ദ്രമാക്കി. ദേശീയ പ്രസ്ഥാനമായ RSSനെയും കോൺഗ്രസ് എതിർക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. നാഷണൽ ഡെസ്ക് ജനം. കേരളത്തിൽ നാളെ മുതൽ അതിദരിദ്രർ ഇല്ലെന്നാണ് സർക്കാരിൻ്റെ വാദം. കേന്ദ്രത്തിൻ്റെ ക്ഷേമ പദ്ധതികൾ കേരളത്തിൽ ഫലം കണ്ടു തുടങ്ങിയെന്ന് സാരം. ഗരീബ് കല്യാൺ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, അങ്ങനെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒരുപാട് പദ്ധതികൾ. അതൊക്കെ ഫലം കണ്ടു തുടങ്ങിയപ്പോൾ ക്രെഡിറ്റ് അടിക്കാൻ പിണറായി സർക്കാർ ഒരു മുഴം മുന്നേ ചാടി. നമുക്ക് ചുറ്റും ഇനിയുമുണ്ട് ഒരുപാട് പാവങ്ങൾ. അവരെ കൂടി ചേർത്ത് പിടിച്ചിട്ട് പോരെ ഈ അവകാശവാദം. നവംബർ 1 ഇടതുപക്ഷ സർക്കാർ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കുവാൻ പോകുന്ന നീക്കത്തിനെതിരെയാണ് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർ ഉൾപ്പെടെ സാമ്പത്തിക സാമൂഹിക രംഗത്തെ വിദഗ്ധർ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് നൽകിയിരിക്കുന്നത്. അതിദാരിദ്ര്യരെ നിർണ്ണയിക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഉപയോഗിച്ചത്? ഏത് ആധികാരിക സമിതിയാണ് സർവേ നടത്തിയത്? അതിനുപയോഗിച്ച ഡേറ്റ ഏതാണ്? ഡേറ്റയുടെ ആധികാരികത എന്ത്? പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തയച്ചിരിക്കുന്നത്. പ്രഖ്യാപനം കാരണം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന കേന്ദ്ര സഹായം നിലയ്ക്കുമെന്ന ആശങ്കയും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അന്ത്യോദയ അന്ന യോജനയിൽ ഉൾപ്പെട്ടിട്ടുള്ള അതിദരിദ്ര 5,92,000 കുടുംബങ്ങളാണുള്ളത്. ഇതെങ്ങനെ 64,006 കുറഞ്ഞുവെന്നും കത്തിൽ ചോദിക്കുന്നു. 233 രൂപ മാത്രം ദിവസക്കൂലി കിട്ടുന്ന ആശാ വർക്കർമാർ, സംഘടിത മേഖലയിലെ തൊഴിലാളികളും എന്നിവരും അതിദരിദ്രരല്ലേ എന്നാണ് ഉന്നയിക്കുന്ന ചോദ്യം. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ നീക്കം തിരിച്ചടി ഉണ്ടാക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്, RVG മേനോൻ, ഡോക്ടർ MA ഉമ്മൻ, KP കണ്ണൻ, സാമൂഹ്യ പ്രവർത്തകൻ ജോസഫ് C മാത്യു തുടങ്ങി 23 പേരാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം. അഭിമാന പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറി അറിയില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. കുട്ടികളുടെ ഭാവിക്കായി PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെടുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ ഇടതു നേതാക്കൾ തന്നെ നേരത്തെ മുൻകൈ എടുത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് MP അടക്കം പദ്ധതിക്കായി വാദിച്ചെന്നാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് അടക്കം കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് കേരളത്തിന് PM ശ്രീ പദ്ധതി നൽകിയതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. PM ശ്രീ ധാരണാപത്രത്തിൽ നിന്ന് കേരള സർക്കാരിന്റെ പിന്മാറ്റം സംബന്ധിച്ച് തനിക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകണമെന്നാണ് തന്റെ നിലപാടെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കൂട്ടിച്ചേർത്തു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഉടൻ കത്തയക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. എന്നാൽ അത്തരമൊരു കത്തും കേന്ദ്ര സർക്കാരിന് ലഭ്യമായിട്ടില്ലെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്നത്. കരാർ റദ്ദാക്കാനും പിൻവലിക്കുവാനുള്ള അധികാരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് എന്നിവർക്ക് മാത്രമാണുള്ളത്. PM ശ്രീ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കേരളം തീരുമാനിച്ചാൽ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിക്കുള്ള കേന്ദ്ര ഫണ്ട് തടയാൻ കേന്ദ്ര സർക്കാരിനും അധികാരമുണ്ട്. കരാർ റദ്ദാക്കിയ പഞ്ചാബ് സംസ്ഥാനത്തിന് സമാനമായ രീതിയിൽ കേന്ദ്ര ഫണ്ട് തടഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സംസ്ഥാന സർക്കാരിന്റെ നാടകമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ വിലയിരുത്തൽ. ജനം, ഡൽഹി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി RSSനെതിരെ വാളെടുത്ത് ഒന്ന് പേടിപ്പിക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ സജീവമാവുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. നേരത്തെ കൊച്ചു ഖാർഗെ, മകൻ ഖാർഗെയായിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇന്നിപ്പോൾ AICC അധ്യക്ഷൻ കൂടിയായ അച്ഛൻ ഖാർഗെയും പറയുകയാണ്, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി RSSനെ ഒന്ന് നിരോധിച്ചു തരുമോ എന്ന്. എന്തായാലും ഈ വാർത്തകൾക്കിടയിൽ സംഘശക്തി തെളിയിച്ച് കർണാടകയിലെ യാദ്ഗീറിൽ RSSന്റെ പഥസഞ്ചലനം നടന്നു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പഥസഞ്ചലനത്തിന് അനുമതി നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതി ഇടപെട്ട് ഈ പഥസഞ്ചലനം നടത്താൻ അനുമതി നൽകിയത്. മല്ലികാർജുൻ ഖാർഗെയുടെ സ്വന്തം തട്ടകത്തിൽ RSS പഥസഞ്ചലനം തടയുക എന്ന കോൺഗ്രസ് അജണ്ടയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിലൂടെ പൊളിഞ്ഞത്. ക്രമസമാധാന പ്രശ്നവും മറ്റും ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാന സർക്കാർ പഥസഞ്ചലനത്തിന് അനുമതി നിഷേധിച്ചത്. പത്ത് വർഷത്തേക്കുള്ള പ്രതിരോധ കർമ്മ പദ്ധതി ഒപ്പുവെച്ച് ഭാരതവും അമേരിക്കയും.
പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് എന്നിവർ സംയുക്തമായാണ് ഈ ധാരണയിൽ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും കാര്യമായ സംഭാവന നൽകുന്നതാണ് ഈ കർമ്മ പദ്ധതിയെന്ന് US പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കി. അങ്ങ് അലാസ്കയിൽ ഏറ്റവും തടിയനായ കരടിയെ കണ്ടെത്താൻ നടത്തുന്ന ഫാറ്റ് ബിയർ വീക്കിനെ കുറിച്ച് ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടിരിക്കാം. എന്നാൽ തടിയനായ ഒരു അണ്ണാനെ കണ്ടെത്താൻ ഒരു മത്സരം നടന്നാലും ടെക്സസിൽ നടന്ന രസകരമായ ആ മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ടോപ്പ് 7 at 7 പൂർണ്ണമാവുകയാണ്. നമസ്തേ. ടെക്സസ് വന്യജീവി വകുപ്പാണ് 2025 തടിയനായ അണ്ണാനെ കണ്ടെത്താനായി ഫാറ്റ് സ്ക്വിറൽ വീക്ക് മത്സരം നടത്തിയത്. ഏറ്റവും തടിച്ച കരടിയെ കണ്ടെത്താൻ ശരത്കാലത്ത് അലാസ്കയിൽ നടക്കുന്ന ആനുവൽ ഫാറ്റ് ബിയർ വീക്ക് മത്സരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ മത്സരം സംഘടിപ്പിച്ചത്. ടെക്സസിലെ 16 സ്റ്റേറ്റ് പാർക്കുകളിൽ നിന്നുള്ള അണ്ണാറക്കണ്ണന്മാരാണ് ഫാറ്റ് സ്ക്വിറൽ വീക്ക് ചാമ്പ്യൻ പട്ടത്തിനായി മത്സരിച്ചത്. ശരീരപ്രകൃതി മാത്രമായിരുന്നില്ല വിജയിക്കാനുള്ള മാനദണ്ഡം. അവരുടെ ഭംഗിയും കുസൃതിയും വികൃതിയുമൊക്കെ ഘടകങ്ങളായി. ഓരോ പാർക്കിൻ്റെയും ഫേസ്ബുക്ക് പേജുകളിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോകൾക്ക് ലൈക്കും കമൻറ്റുമിട്ട് ആരാധകർ വോട്ട് രേഖപ്പെടുത്തി. ഒരാഴ്ച നീണ്ടുനിന്ന മത്സരത്തിൽ ദിനോസർ വാലി സ്റ്റേറ്റ് പാർക്കിലെ ചുങ്കോസോറസ് റെക്സ് കിരീടമണിഞ്ഞു. ഫോർട്ട് റിച്ചർഡ്സൺ സ്റ്റേറ്റ് പാർക്കിലെ ചങ്ക് നോറിസ് ഫൈനലിൽ ചുങ്കോസറോസിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു. എന്നാൽ വോട്ടിൽ ആരാധക പിന്തുണ നേടിയതോടെ ചുങ്കോസറസ് വിജയിയായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജനം.